ഹായ് കൂട്ടുകാരെ, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഇടിഞ്ചക്ക തോരൻ വയ്ക്കാനായിട്ട് എടുക്കില്ലേ, അതിന് നമുക്കിത് വറുത്തെടുക്കാം. അതെങ്ങനെ വറുക്കുന്നത് നോക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ, ഞാൻ കുറച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ശകലം മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് ശകലം മാത്രം ഗരം മസാല ഇട്ട് കൊടുക്കുക. ശകലം കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുക. ഈ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയ പോലെ ഇരുന്നത് കൊണ്ട് ഞാനൊരു അല്പം വെള്ളം കൂടെ തളിച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എണ്ണ വെച്ച് നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചായിട്ട് കോരി ഇട്ട് കൊടുക്കാം. നല്ല മുരിച്ച് കോരിയെടുക്കാം കേട്ടോ. ശരി, ഒരു മീഡിയം തീയിട്ട് അങ്ങോട്ട് ഇതാക്കിയാൽ മതി. അപ്പം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കോരി എടുക്കാം. കോരി എടുക്കുന്നതിന് മുമ്പ് ഒരു തണ്ട് കറിവേപ്പില നമുക്കിതിലിട്ട് കൊടുക്കാം. ഇനി ഇത് കോരി എടുക്കാം. ഇപ്പം നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല രസമാണ് കഴിക്കാൻ. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെന്നേ ഉള്ളൂ. വേണമെന്നുള്ളവർക്ക് ചിക്കൻ മസാലയുടെ പൊടി ഇടാം, മീറ്റ് മസാലയുടെ പൊടി ഇടാം, അതും അല്ലെങ്കിൽ ചിക്കൻ 65ൻ്റെ പൊടി ഇടാം. അപ്പം വേറെ മുളക് പൊടിയും സാധനങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. എന്നിട്ട് കോൺഫ്ലവർ പൊടിയും കൂടെ കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമുക്കിഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര രസമാണ് ഇത് കഴിക്കാൻ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല കരിമുരാന്നിരിക്കും. ഭയങ്കര രസമാണ്. ചായക്കും വൈകിട്ട് 4 മണി ചായക്കൊക്കെ ഒരു സ്നാക്സായിട്ട് കഴിക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.